ആർട്ടിക്കിൾ യൂസ് ചെയ്യാനാണ് സ്ഥിര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ചോദ്യം ഐ ഗേവ് ഹിം ഡാഷ് 1 rupee കോയിൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചേർക്കേണ്ടത് എവിടെയാണ്? വൺ എന്ന വാക്കിന് തൊട്ട് മുന്നായിട്ടാണ്. സോ വൺ എന്ന വാക്ക് തുടങ്ങുന്നത് ഏത് ശബ്ദത്തിലാണ്? കോൺസണന്റ് ശബ്ദത്തിലാണോ അതോ വവൽ ശബ്ദത്തിലാണോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വവൽ ലെറ്റർ ആയിരിക്കാം, കോൺസണന്റ് ലെറ്റർ ആയിരിക്കാം, പക്ഷേ തുടങ്ങുന്നത് കോൺസണന്റ് ശബ്ദത്തിലാണോ അല്ലെങ്കിൽ വവൽ ശബ്ദത്തിലാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സൗണ്ട് ആണ് നോക്കേണ്ടത്, വവൽ സൗണ്ട് അല്ലെങ്കിൽ കോൺസണന്റ് സൗണ്ട്, അതാണ് നോക്കേണ്ടത്, ലെറ്റർ അല്ല ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. സോ ഇവിടെ ഓയിലാണ് തുടങ്ങുന്നത് എങ്കിലും തുടങ്ങുന്ന ശബ്ദം ഏതാണ്? കോൺസണന്റ് ശബ്ദമാണ് അല്ലെ. വ എന്ന് തുടങ്ങുന്ന കോൺസണന്റ് ശബ്ദമാണ്. വ എന്ന ശബ്ദത്തിൽ തുടങ്ങുന്ന ഒരു വാക്കാണ് വൺ എന്നുള്ളത്. സോ വ എന്നുള്ളത് കോൺസണന്റ് ആണ്. മലയാളത്തിൽ ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ കോൺസണന്റ് ശബ്ദങ്ങൾക്ക് മുന്നേ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? എ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എ ആണ്. ഐ ഗേവ് ഹിം എ 1 rupee കോയിൻ